അഖിൽ അഖിൽ ഈ കണ്ടനാട് ഇനി പൊതുദർശനം ഉണ്ടാകില്ല. ഇനി അവരുടെ വീടിൻ്റെ ഏറ്റവും സ്വകാര്യമായ ചടങ്ങുകളായി ഒതുങ്ങും. നാളെയാണ് സംസ്കാരം കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ തന്നെയാണല്ലേ? എന്തൊക്കെയാണ് ഇനിയുള്ള ചടങ്ങുകൾ, നടപടിക്രമങ്ങൾ? ജിംഷാദ്, തീർച്ചയായും മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ താരം, നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെയായി മലയാളികളെ ഒന്നടങ്കം പ്രശംസിച്ച, മലയാളികളുടെ മനസ്സിലിടം പിടിച്ച അതുല്യ പ്രതിഭയായ ശ്രീനിവാസന് മലയാളക്കര ഒന്നടങ്കം വിട പറഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഇന്ന് രാവിലെ 8:45 കൂടിയായിരുന്നു ശ്രീനിവാസന്റെ പ്രായാധിക്യത്തിന് മൂലമുള്ള പ്രശ്നങ്ങളാൽ അദ്ദേഹം ചികിത്സയിലായിരുന്നെങ്കിലും രാവിലെ 8:45 കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആകസ്മികമായ മരണം സംഭവിച്ചതിന് ശേഷം കണ്ടനാട്ടെ വീട്ടിൽ തന്നെ മൃതദേഹം ദർശനത്തിന് വെച്ചു. അതിനുശേഷം 12:30 കൂടിയാണ് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചത്. 12:30 സമയം മുതൽ വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം തന്നെ എറണാകുളം ടൗൺ ഹാളിലേക്ക് ഉണ്ടായിരുന്നു. കേരളത്തിലെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, മലയാളത്തിലെ പ്രമുഖ സിനിമാ പ്രവർത്തകർ ഓരോരുത്തരും, മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ സിനിമാ മേഖലയിൽ നിന്ന് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര താരങ്ങൾ, എന്നിങ്ങനെ വലിയ രീതിയിലുള്ള ആളുകളുടെ ഒരു നിര തന്നെ എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിച്ചേർന്നു. ഏകദേശം തുടങ്ങിയ സമയത്ത് 12:30 സമയത്ത് ചെറിയ രീതിയിൽ ഒറ്റ വരിയായിട്ടാണ് ആളുകൾ എത്തിയെങ്കിൽ ആ പൊതുദർശനം 3 മണി വരെയായിരുന്നു പൊതുദർശനം ക്രമീകരിച്ചിരുന്നത്. ആദ്യം ക്രമീകരിച്ചിരുന്ന സമയം വൈകിട്ട് 3 മണി വരെ. എന്നാൽ ആ 3 മണിയോട് അടുക്കുന്ന സമയത്ത് വരികൾ മൂന്ന് വരികളായി ആളുകൾ ഇങ്ങനെ ഒരു നോക്കെങ്കിലും തങ്ങളുടെ പ്രിയ താരത്തെ അവസാനമായി കാണുന്നതിനായി തടിച്ചുകൂടി. അതിന്റെ ഫലമായി സമയക്രമീകരണത്തിൽ ചെറിയ രീതിയിലുള്ള മാറ്റം വരുത്തുകയുണ്ടായി. 3 മണി എന്നുള്ളത് 3:45 സമയത്തോടു കൂടിയാണ് പൊതുദർശനം അവസാനിച്ചത്. അത്തരത്തിൽ ടൗൺ ഹാളിലേക്ക് എത്തിയ ഓരോരുത്തർക്കും തങ്ങളുടെ പ്രിയ താരത്തെ തങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന, തങ്ങളെ സാധാരണക്കാരായ ഓരോരുത്തരെയും സിനിമ കാണാൻ പ്രേരിപ്പിച്ച, സിനിമയിലൂടെ തങ്ങളുടെ ജീവിതാനുഭവങ്ങളെ വെള്ളിത്തിരയിൽ വരച്ചു കാണിച്ച തൂലികയിലൂടെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങളും സാധാരണക്കാരായ ആളുകൾ ഇന്ന് നേരിട്ടതും നാളെ നേരിടാൻ പോകും കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമകൾ അപ്രപാളിയിലേക്ക് എത്തിച്ച ശ്രീനിവാസൻ എന്ന നടനെ കാണാൻ തീർക്കും ദുഃഖാർദ്രമായി സാഹചര്യത്തിൽ ഒരുപാട് ആളുകളാണ് ടൗൺ ഹാളിലേക്ക് എത്തിയത്. ആ ടൗൺ ഹാളിലേക്ക് എത്തിയ ഓരോരുത്തർക്കും ഒരു നോക്ക് ശ്രീനിവാസനെ കാണുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഒരുക്കിയിരിക്കുന്നു. അത്തരത്തിൽ അവസാന ആളും കണ്ടു മടങ്ങിയതിനു ശേഷം 3:45 കൂടിയാണ് ശ്രീനിവാസന്റെ ഭൗതികദേഹം കണ്ടനാട്ടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയത്. ഇനിയിപ്പോൾ വീട്ടിൽ നടക്കുക തീർത്തും സ്വകാര്യമായി അവരെ ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും സിനിമാ പ്രവർത്തകരും അടക്കം വളരെ സ്വകാര്യമായ രീതിയിൽ പൊതുദർശനം ഉണ്ടാകുന്ന സാഹചര്യമില്ല. വളരെ സ്വകാര്യമായ രീതിയിൽ അവരുടെ ബന്ധുക്കൾ അടക്കമുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും കണ്ടനാട്ടെ വീട്ടിലേക്ക് പ്രവേശനം. അത്തരത്തിൽ ആണെങ്കിൽ ഇന്ന് അവസാനിച്ച് നാളെ രാവിലെ 10 മണിക്ക് കണ്ടനാട്ടെ വീട്ടിൽ സർക്കാരിന്റെ പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിമയ്ക്ക് കേരളക്കര ഒന്നടങ്കം വിട പറയും. അജിംഷാദ്, കണ്ടനാട്ടെ വഴി ഇനിയിപ്പോ കണ്ടനാട്ടെ വീട്ടിൽ മറ്റ് പൊതുദർശന സ്വഭാവമുള്ള ഒന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ? ഒന്നും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കണ്ടനാട്ടെ വീട്ടിൽ പൊതുദർശന സ്വഭാവമുള്ള ഒരു കാര്യങ്ങളുമില്ല. മാധ്യമങ്ങളോട് പോലും അങ്ങോട്ട് അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അങ്ങോട്ട് എത്തുന്നതിൽ എത്തരുത് എന്നുള്ള രീതിയിലുള്ള അഭ്യർത്ഥന ഉണ്ടായിട്ടുണ്ട്. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനം അത്തരത്തിൽ വളരെയധികം ആണെങ്കിൽ സ്വകാര്യമായി അവരുടെ ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സിനിമാ പ്രവർത്തകരും അടക്കം പരിമിതമായ അവരുടെ കുടുംബത്തിന്റെ സ്വകാര്യതകളിലേക്ക് അല്പനേരം ശ്രീനിവാസനും ഒത്തവർക്ക് അത് അവരുടെ അവകാശമാണ്. തീർച്ചയായും ഇനി നാളെ ആണ് സംസ്കാരത്തിന് രാവിലെ തന്നെ. എപ്പോഴായിരിക്കും ഈ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം? അത് എപ്പോഴായിരിക്കും? അത് ഏകദേശം ധാരണയുണ്ടോ? കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ വിവരങ്ങൾ അനുസരിച്ച് രാവിലെ 10 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സർക്കാരിന്റെ പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരിക്കും സംസ്കാരം. തീർച്ചയായും